അഞ്ചരക്കണ്ടി ചാമ്പാട് വേങ്ങാട് അങ്ങാടി ചാലിപ്പറമ്പ്. കീഴല്ലൂരിൽ വെള്ളമിറങ്ങിയ വീടുകളിൽ സന്നദ്ധ സംഘടനകളും വിദ്യാർത്ഥികളും സംയുക്തമായി ശുചീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ കീഴല്ലൂർ പരിസര പ്രദേശങ്ങളിലെ വീടുകളിൽ വ്യാപകമായി വെള്ളം കയറിയിരുന്നു. തുടർന്ന് വെള്ളമിറങ്ങിയതോടെ വീടുകളുടെ അകത്ത് ചെളിയും മാലിന്യങ്ങളും നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. അഞ്ചരക്കണ്ടി ചാമ്പാട് ഏരിയയിലെ വെള്ളം കയറിയ വീടുകൾ വെയിറ്റ് SKSF വികായുടെയും പ്രവർത്തകന്മാർ ഇന്നലെയും ഇന്നുമായി വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. SKSF വിക്കായ, വൈറ്റ് ഗാർഡ്, DYFI, യൂത്ത് കെയർ, SDPI തുടങ്ങി നിരവധി സന്നദ്ധ പ്രവർത്തകർ ശുചീകരണത്തിന് നേതൃത്വം നൽകി. വീട്ടുപകരണങ്ങളും വീടിൻ്റെ അകവുമെല്ലാം ശുചീകരിച്ച ശേഷം ക്ലോറിനേഷൻ നടത്തി. വീടിലെ ഭക്ഷ്യവസ്തുക്കൾ വീട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വീടിലെ ഫർണിച്ചറുകൾ, അതുപോലെ തന്നെ വീട്ടുപകരണങ്ങൾ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട്. ആ നഷ്ടങ്ങളൊക്കെ പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഔദ്യോഗിക ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാവണമെന്നുള്ള ഒരു അപേക്ഷ കൂടി നമുക്ക് സമർപ്പിക്കാനുണ്ട്. കീഴല്ലൂർ ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം സംഭവിക്കാൻ കാരണം ഡാമിൻ്റെ മുഴുവൻ ഷട്ടറും തുറക്കാത്തതിനാലെന്ന് ആരോപണം. കീഴല്ലൂർ ഡാമിൻ്റെ ഷട്ടർ എല്ലാ വർഷവും വലിയൊരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്രാവശ്യം അതിൻ്റെ ഒരു ഷട്ടർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത് കാരണം 3-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരിതം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. 5 വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പല സംഘടനകളും രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരും ക്ലീനിങ്ങിൻ്റെ ഒരു വർക്കിലാണ്. 4 ദിവസമായിട്ട് എല്ലാവരും ദുരിതാശ്വാസ പ്രവർത്തനമായിട്ട് മുഴുകി നിൽക്കുകയാണ്. എല്ലാ വീട്ടുകാർക്കും വളരെ ബുദ്ധിമുട്ട് ഈ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ട്. ഇതുവരെ ഈ പ്രദേശവാസികളുടെ കണക്കനുസരിച്ച് ഇതുവരെ ഇങ്ങനത്തെ ഒരു വെള്ളക്കയറ്റം ഉണ്ടായിരുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. എല്ലാ വീടുകളും ഇതുവരെ കയറാത്ത വീടുകളെല്ലാം വീടിൽ ഏകദേശം ലിൻഡൽ വരെ കയറിയ വീട്ടുകാരുമുണ്ട്. എല്ലാ പാർട്ടിക്കാരും അവർ ഇന്ന പാർട്ടിയൊന്നുമില്ല, എല്ലാ പാർട്ടിക്കാരും വളരെ നല്ല രീതിയിലാണ് നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അവർ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും രാവിലെ 6 മണി 7 മണിക്ക് ഇവിടെ വന്ന് ഇപ്പോഴും എല്ലാ വീടുകളും വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും വളരെ നല്ല രീതിയിൽ അവരുടെ എല്ലാവരോടും ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു.